ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സീരീസ് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയും നമ്മുടെ സീരീസിലേക്ക് ആരും കണ്ടിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഇടാം. NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് എന്നുള്ള നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുവരെയും നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല എന്ന് വെച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എക്സാം അടുക്കുന്നതിന് മുന്നേ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം പ്രിപ്പയർ ചെയ്യുക. മാക്സിമം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്കോറിലേക്കും ലിസ്റ്റിലേക്കും ഒക്കെ എത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. RRB എക്സാംസിന് മാത്രമല്ല, SSC എക്സാംസിനും RRBയുടെ തന്നെ ബാക്കി എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC എക്സാം കണ്ടൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ചാനലിൽ കയറി നോക്കുക, കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഇസ് 3:4 ആൻഡ് ദർ സം ഈസ് 56. ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ തന്നാൽ ആ നമ്പേഴ്സ് നമ്മൾ എക്സ് കൂട്ടി എങ്ങനെ എഴുതും? 3x 4x എന്ന് എഴുതും. അതിൻ്റെ സമ്മ് 56 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്നത് 3x + 4x 56 ആണെന്ന് തന്നിട്ടുണ്ട്. 3x + 4x എന്ന് പറഞ്ഞാൽ 7x ആണ്. 56 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ x എന്താണ്? 56 / 7, 8 എന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 8 3s are 24, 4x എന്ന് പറഞ്ഞാൽ 4 8s are 32. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 24 and 32 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? Two numbers are in the ratio 5:7. If the difference between them is 24, find the numbers. ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്പേഴ്സ് നമുക്ക് 5x എന്നും 7x എന്നും എടുക്കാം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യും? വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24 ആണ്. 7x - 5x എന്ന് പറയുമ്പോൾ 2x ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 24. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 24 / 2, എക്സിന്റെ വാല്യൂ 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് നമ്പേഴ്സ് എങ്ങനെ എഴുതാം? 5 × 12 60, 7 × 12 84. നമ്മുടെ രണ്ട് നമ്പേഴ്സ് 60 and 84 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള റേഷ്യോ പ്രപ്പോർഷന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്നും പറഞ്ഞ് ഇത് സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റില്ല. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആസ് പെർ TCS ന്യൂ പാറ്റേൺ, ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് A is to B equal to 3:5, B is to C equal to 4:7, find A is to C. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം റേഷ്യോ ആക്കി എഴുതി വെക്കുക. ഇനി A is to B എന്താ തന്നിരിക്കുന്നത്? 3:5. C ഇല്ലാത്തത് കൊണ്ട് ഈ 5 തന്നെ നമ്മൾ എന്തെഴുതി? C-യിലേക്ക് എഴുതി കൊടുത്തു. ഇനി B is to C എന്ത് തന്നിട്ടുണ്ട്? 4:7 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 4 തന്നെ നമ്മൾ ഇപ്പുറത്തേക്കും കൊടുത്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 12, 4 × 5 20, 5 × 7 35. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A is to C ആണ്. എയുടെ വാല്യൂ 12 ആണ്, സിയുടേത് 35 ആണ്. സോ റേഷ്യോ എന്ത് വരും? 12:35 എന്ന് വരും.
ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The ratio of ages of Ram and Shyam is 4:5. After 5 years, the ratio becomes 5:6. Find their present ages. ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? റാമിൻ്റെത് 4x ഉം ശ്യാമിൻ്റെത് 5x ആണ്. ഇനി ആഫ്റ്റർ 5 years എന്ന് പറയുമ്പോൾ റാമിൻ്റെ ഏജ് 4x plus 5 ആവും, ശ്യാമിൻ്റെ ഏജ് 5x plus 5 ആവും. അതിന്റെ റേഷ്യോ എത്രയാ തന്നിരിക്കുന്നത്? 5/6 എന്നാണ് റേഷ്യോ തന്നിരിക്കുന്നത്. ഇത് ക്രോസ് ചെയ്താൽ പോരെ? 6 into 4 24x plus 30 is equal to 5 into 5 25x plus 25. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ ഈ 24 ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം, ഈ 25 ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം. 30 minus 25 5 എന്ന് വരും. 25x minus 24x എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 5 എന്ന് കിട്ടി. അപ്പൊ റാമിന്റെ ഇപ്പോഴത്തെ വയസ്സ് 4 into 5 20 ആണ്. ശ്യാമിന്റെ ഇപ്പോഴത്തെ വയസ്സ് 5 into 5 25 ആണ്. അപ്പൊ 20 and 25 ആണ് ശ്യാമിന്റെയും റാമിന്റെയും കറന്റ് ഏജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ചെയ്യേണ്ട ഐഡിയ കിട്ടി എന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 7:9 and their LCM is 252, find the numbers. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 7x ഉം 9x ഉം. അവരുടെ LCM എന്തായിരിക്കും? തന്നിരിക്കുന്ന LCM അല്ല, ഇവിടത്തേത്. LCM എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ആണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? 7 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? x ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 63x ആണ് LCM ആയിട്ട് കിട്ടുന്നത്. ഈ 63x എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 252 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ 252 divided by 63 ചെയ്യുമ്പം 4 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിച്ചൂടെ? 7 4s are എത്രയാണ്? 28 ആണ്. 9 4s are 36. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 28 and 36 ആണ് നമുക്ക് നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If A is to B equal to 2:3, A is to B is to C ആണ്. അപ്പൊ നമ്മൾ A is to B is to C എന്ന് എഴുതി. A is to B എന്താണ്? 2:3. C ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും 3 തന്നെ കൊടുത്തു. അടുത്തത് B is to C 5:7. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും 5 തന്നെ കൊടുത്തു. 2 into 5 10:15:21. കോമൺ ആയിട്ട് കട്ട് ചെയ്യാൻ കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റേഷ്യോ 10:15:21 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The incomes of A and B are in the ratio 5:7 and their expenses are in the ratio 3:4. If A saves ₹2,000 and B saves ₹3,000, find their incomes. ഇൻകം റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5x എന്നും 7x എന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസ് എത്രയാ പറയുന്നത്? 3y and 4y. സേവിങ്സ് 2,000 ഉം 3,000 ഉം. അപ്പൊ ഇവിടെ നോക്ക്, ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? സേവിങ്സ് വരുന്നത് അല്ലെ? ഇവിടെ എന്ത് വരും? 7x minus 4y is equal to 3,000 എന്ന് വരും. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് കോമൺ ആയിട്ട് വരണം അല്ലേ? നമുക്ക് ഇവിടെ 12 ആക്കാം. അപ്പൊ ഇവിടെ 12 ആവണമെങ്കിൽ ഇൻറ്റു 4ഉം ഇവിടെ 3യും ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് മേലേക്ക് എഴുതാം, അത് താഴേക്ക് എഴുതാം. whatever it is. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 21x minus 12y is equal to 9,000. ഇതെന്ത് വരും? 20x minus 12y is equal to 8,000 എന്ന് വരും. മൈനസ് ചെയ്യണം അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഇവിടെ 1000 എന്ന് കിട്ടും. ഇവിടെ എന്താവും 12y പ്ലസ് 12y എന്നാവും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് പ്ലസ് ആവും. രണ്ടും ക്യാൻസൽ ആവും. 21x മൈനസ് 20x എന്ന് പറയുമ്പോൾ x എന്ന് വരും. എക്സിന്റെ വാല്യൂ 1000 എന്ന് കിട്ടും. അപ്പൊ ഇൻകം എത്ര വരും? എയുടെ ഇൻകം 5000 ഉം ബിയുടെ ഇൻകം എത്രയാ വരുന്നത്? 7000 ആണ് വരുന്നത്. 5000 and 7000 ആണ് അവരുടെ ഇൻകം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കണം. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The price of two products is in the ratio 4:5. If the price of the second product is rupees 200 more than the first, find the price. രണ്ട് പ്രോഡക്റ്റിന്റെ പ്രൈസ് 4x ഉം 5x ഉം ആണ്. ഇനി എന്താ പറയുന്നത്? സെക്കൻഡ് പ്രൈസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിനേക്കാൾ എത്രയാണ്? 200 റുപ്പീസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് 4x plus 200 ആണ് 5x എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? 5x minus 4x is equal to 200 എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും അല്ലെ? നമ്മളോട് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 into 200 എന്ന് പറഞ്ഞാൽ 800 ആണ്. 5 into 200 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 800 ഉം 1000 ഉം ആണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A can complete a work in 12 days, B in 18 days. In what ratio should they be paid if they work together? അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യേണ്ടത് ഒരു ദിവസത്തെ എയുടെ വർക്ക് എന്ന് പറയുന്നത് 1/12 ആണ് അല്ലെ? ഇനി റേഷ്യോ ആണ്. സോ ഒരു ദിവസത്തെ ബിയുടെ വർക്ക് 1/18 ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഡിനോമിനേറ്റർ LCM ആണ്. രണ്ടിടത്തും 36 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3/36 is to 2/36 എന്ന് വരും. 36 ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ 3:2 ആണ്. അതായത് അവര് വർക്ക് ചെയ്യുമ്പം അവിടെ കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് 3:2 റേഷ്യോയിലാണ് അവിടെ അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ എന്താ ചെയ്തത് എന്നുള്ള കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ. The speed of A and B is in the ratio 5:8. A takes 20 minutes to cover a distance. How much time will B take? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് സ്പീഡിന്റെ റേഷ്യോ നമുക്ക് 5:8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് സ്പീഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ ടൈം എന്തായിരിക്കും? ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. ഓക്കെ, സ്പീഡിന്റെ റേഷ്യോക്ക് തിരിച്ചു വരുന്നതാണ് ടൈമിന്റെ റേഷ്യോ. അപ്പൊ 8:5 ആണ് ടൈം റേഷ്യോ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 20 മിനിറ്റ്സ് എടുത്തിട്ടാണ് എ കവർ ചെയ്യണത് എന്ന് തന്നിട്ടുണ്ട്. അതായത് എയുടെ ഡിസ്റ്റൻസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ബിയുടെ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20 into 5, ബിയുടെ 5 ഡിവൈഡഡ് ബൈ 8, ബിയുടെ ടൈം. ഓക്കെ, ബിയുടെ സ്പീഡിന്റെ ഇത് ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12.5 മിനിറ്റ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ബി 12.5 മിനിറ്റ്സ് എടുത്തിട്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റേഷ്യോയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമ്മൾ റേഷ്യോസ് തിരിച്ചിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? എ കവർ ചെയ്യാൻ, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത ടൈം ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ ടൈം കിട്ടും. ബി ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇത് ഏറ്റവും ബേസിക് എന്നല്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബിഗിനറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ലെവൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഡ്വാൻസ്ഡ് ലെവൽ പഠിച്ച് ഫിക്സ് ആയി നിൽക്കുന്നവര് ഈ പ്രോബ്ലംസ് കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എക്സാംസിന് ഇങ്ങനത്തെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വരിക. നമ്മുടെ റിവിഷൻ സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.